قال رسول الله صلى الله عليه وسلم لا تقوم الساعة إلا على شرار الخلق. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ലോകാവസാനത്തെ കുറിച്ച് കൊണ്ട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാചാലനാവുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചിരുത്തിക്കൊണ്ട് സ്വഹാബത്തിനോട് പറയുകയാ, സ്വഹാബത്തേ ലാ തഖൂമുസ്സാ, ഖിയാമത്ത് നാൾ സംഭവിക്കില്ല കേട്ടോ. സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരുടെ മേലല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏറ്റവും മോശപ്പെട്ട ആളുകളായിരിക്കും അവസാനം ഉണ്ടാവുക. എന്നിട്ട് പ്രവാചകൻ വീണ്ടും പറയുന്നു, ലാ തഖൂമുസ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് അല്ലാഹ്. لا تقوم الساعة على أحد يقول الله الله അല്ലാഹ് അല്ലാഹ് എന്ന് ഈ ഭൂമുഖത്ത് ഒരാളെങ്കിലും പറയുമ്പോ ഈ ലോകത്ത് ഖിയാമത്ത് നാള് ഉണ്ടാവുകയില്ലത്രേ. എല്ലാ ജനങ്ങളുടെയും മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഈ ലോകത്തിന്റെ തമ്പുരാനോടുള്ള മറവി ഉണ്ടാകുമ്പോ, അഥവാ റബ്ബിനെ പറയാത്തൊരവസരം സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് ഖിയാമത്ത് നാള് സംഭവിക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലാ തഖൂമുസ്സാഅ على أحد يقول الله 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 എന്ന് ഒരാളെങ്കിലും ഈ ഭൂമുഖത്ത് പറയുമ്പോ ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല നബിയുനാ റസൂലുള്ളാഹി. എല്ലാരും ഒന്ന് ഉറക്കെന്ന് പറഞ്ഞേ, അല്ലാഹ് അല്ലാഹ്. ശബ്ദം പോരല്ലോ, ഉറക്കെ പറയുന്നു, അല്ലാഹ് അല്ലാഹ്. അതല്ലേ നമ്മൾ മുഹീദ്ദീൻ റാത്തീബിലൊക്കെ നമ്മളെല്ലാവരും വിനയാനിതരായി എഴുന്നേറ്റ് നിന്നിട്ട് അല്ലാഹ് 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 അല്ലാഹ്. ഇതിനൊക്കെ അസ്ലുണ്ട്, അടിസ്ഥാനമുണ്ട്. കാരണം എന്താണ്, ഈ ലോകം അവസാനിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ പോലും അള്ളാഹുവിന്റെ നാമം പറയാൻ ഉണ്ടാവുകയില്ല നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു അത്തരത്തിലുള്ള റാത്തീബുകൾ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ സദസ് അവസാനിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഷാഫി ഉസ്താദിന്റെ ദുആ ആണ്. അതിന് തൊട്ടു മുമ്പ് നമ്മുടെ അസ്മാഉൽ ഹുസ്ന ഓതിയിട്ട് അല്ലേ? അസ്മാഉൽ ഹുസ്ന എന്താണ്? അള്ളാഹുവിന്റെ നാമങ്ങളാണ്. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം, ഇങ്ങനെ തുടങ്ങുന്ന അള്ളാഹുവിന്റെ 99 നാമങ്ങൾ അത് ഉരുവിട്ടിട്ടാണ് നമ്മുടെ സദസ്സ് പിരിയുന്നത്. കാരണം എന്താണ്, ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല ഒരു വ്യക്തി അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ന് ഹബീബ് റസൂലുള്ളാഹി. അപ്പൊ ഉസ്താദേ, ഖിയാമത്ത് നാൾ ഉണ്ടാവൂലല്ലോ, എപ്പോഴും അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാ മതിയല്ലോ? അത് അവസാന സമയമാകുമ്പോൾ മുഅ്മിനീങ്ങളാകുന്ന ആളുകൾക്ക് നല്ല ഒരു കാറ്റയച്ച് അവരെ അള്ളാഹു മരിപ്പിക്കും. അവസാനം ഉണ്ടാവുക ആര് മാത്രമാണ്? സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകം നശിക്കും, ഈ ലോകം ഇല്ലാതാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം എന്താണ്, ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പടച്ചതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം, ഒരുപാട് ലക്ഷ്യങ്ങൾ ഒരുപാട് ഉദ്ദേശങ്ങളും അദ്ദേഹത്തിന് ജോലികളും ഉണ്ട് എങ്കിലും ഏതൊക്കെ? നാളെ പടച്ചറബിന്റെ ദർബാറിൽ മഹ്ശറിൽ മീസാൻ എന്ന് പറയുന്ന ത്രാസ്, നന്മ-തിന്മകൾ തൂക്കുന്ന മീസാൻ എന്ന ത്രാസ് കൊണ്ടുവന്ന് മനുഷ്യന്റെ നന്മകൾ അതിലേക്ക് അല്ലെങ്കിൽ തിന്മകൾ അതിലേക്ക് ഇടുമ്പോ ആ നന്മ-തിന്മകൾ കൃത്യമാണോ ക്രിയാത്മകമാണോ എന്ന് നോക്കുന്ന ജോലി മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മ-തിന്മകൾ ആ ത്രാസിലേക്ക് എടുത്തു വെക്കുന്ന ജോലി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനാണ്. അത് കൃത്യമാണോ, അളവ് അങ്ങോട്ടും ഇങ്ങോട്ടോ ചെരിയുന്നുണ്ടോ, ത്രാസിന് എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കൽ ആരുടെ പണിയാണ്? മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ജോലിയാണ്. ഇത് അദ്ദേഹത്തിന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട ചുമതലയാണ്. എന്നിരുന്നാലും അദ്ദേഹത്തെ അറിയപ്പെടുന്നത് 3 ഊത്ത് കാര്യത്തിന് വേണ്ടിയാണ്. 3 ഊത്ത് ഈ ലോകത്ത് ഊതാൻ വേണ്ടിയാണ്. ഒന്ന് നഫ്ഖത്തുൽ ഫസഅ്, സർവ്വ ജനങ്ങളെയും പേടിപ്പിക്കാനുള്ള ഊത്താണ്.
ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും ഖിയാമത്ത് നാളിന്റെ വിളംബരം അറിയിച്ചുകൊണ്ട് പേടിപ്പിക്കാനുള്ള ഊത്ത് സൂറത്തു നംലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ഊത്തിനെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. രണ്ടും മൂന്നും ഊത്തിനെ കുറിച്ച് ഒറ്റ ആയത്തിലൂടെ സൂറത്തു സുമറിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വയൗമ യുൻഫഖു ഫിസ്സൂർ ويوم ينفخ في الصور ففزع من في السماوات ومن في الأرض إلا من شاء الله. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന അറിയിച്ചു കൊടുത്തത് ഈ ഊത്തിനെ കുറിച്ചാണ്, ഈ ലോകാവസാനത്തെ കുറിച്ചാണ്. വയൗമ യുൻഫഖു ഫിസ്സൂർ ഫഫസിഅ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും സൂറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്ത് കേട്ടുകൊണ്ട് പേടിച്ചു പോകുമത്രേ എന്ന് വിശുദ്ധ ഖുർആൻ. ആകാശഭൂമികളിലുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളും ഒരൊറ്റ ഊത്തോടുകൂടി പേടിക്കുകയാണ്. പേടിച്ച് നിലകൊള്ളും. ഒന്നാമത്തെ ഊത്ത് നഫ്ഖത്തുൽ ഫസഅ, സർവ്വ സൃഷ്ടിജാലങ്ങളെയും പേടിപ്പിക്കാനുള്ള ഊത്താണ്. വകുല്ലു അതൗഹു ദാഖിരീൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാ. ഒന്നാമത്തെ ഊത്തങ്ങോട് ഊതി കഴിയുമ്പോ, ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഒന്നാമത്തെ ഊത്ത് കേട്ട് കഴിയുമ്പോ എല്ലാ സൃഷ്ടിജാലങ്ങളും പേടിച്ചുകൊണ്ട് റബ്ബിന്റെ അടുക്കലേക്ക് ഓടി വരുമത്രേ. വകുല്ലുൻ അതൗഹു ദാഖിരീൻ. ദുനിയാവിൽ വെച്ചുകൊണ്ട് റബ്ബിനെ മറന്നുകൊണ്ട് ജീവിച്ചതാകുന്ന ആളുകളില്ലയോ, നമസ്കരിക്കാത്തവരില്ലയോ, അള്ളാഹുവിന്റെ പള്ളിയിലെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ കർണപുടത്തിലെ കലിവിളി കൊണ്ടിട്ട് പോലും ആ ബാങ്കുവിളിക്ക് ഉത്തരം കൊടുക്കാതെ തിരിഞ്ഞു നടന്നതായ മനുഷ്യനാണ്. കള്ളുകുടിച്ച മനുഷ്യനാണ്, വ്യഭിചരിച്ചുകൊണ്ട് നടന്ന മനുഷ്യനാണ്, മോശപ്പെട്ട സിനിമകൾ കണ്ടുകൊണ്ട് നടന്ന മനുഷ്യനാ. സിനിമ ടാക്കീസിലേക്ക് തന്റെ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് തിയേറ്ററിലേക്ക് പോയി പടം കണ്ടുകൊണ്ട് സമയങ്ങളെ ചെലവഴിച്ചവനാണ്. തന്റെ സമ്പത്ത് മുഴുവനും ഹറാമാകുന്ന മേഖലകളിലേക്ക് ചെലവഴിച്ചവനാ. പക്ഷെ സൂറന്ന കാഹളത്തിന്റെ ഊത്ത് വരുമ്പോ അവന് റബ്ബിലേക്ക് മടങ്ങുമത്രേ എന്ന് വിശുദ്ധ ഖുർആൻ. വകുല്ലുൻ അതൗഹു ദാഖിരീൻ. ആകാശഭൂമികളിലുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും റബ്ബിലേക്ക് നിന്യരായി നിസാരരായി കടന്നു വരുമത്രേ. റബ്ബിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് കടന്നു വരുമത്രേ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്തുള്ള തൗബയെ അല്ലാഹു സ്വീകരിക്കില്ല. ലാ യഖ്ബലുല്ലാഹു തൗബത അബ്ദിൻ ബിസഅതൈൻ. രണ്ട് അവസ്ഥയ്ക്ക് മുമ്പ് നിങ്ങൾ തൗബ ചെയ്യണേ. രണ്ട് അവസ്ഥയെത്തിയാൽ അല്ലാഹു നിങ്ങളുടെ തൗബ സ്വീകരിക്കില്ല. നബിയുനാ റസൂലുള്ളാഹി. ദുനിയാവിൽ നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും, എത്ര അതിക്രമങ്ങൾ കാണിച്ചാലും, എത്ര അരാജകത്വം ഈ ഭൂമിയിൽ നിങ്ങൾ സൃഷ്ടിച്ചാലും, എത്ര മോശത്തരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടമാടിയാലും, നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുന്ന പടച്ച റബ്ബിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങാൻ തയ്യാറാവണം. ഖേദിച്ചു മടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. പക്ഷേ രണ്ട് അവസ്ഥ എത്തുന്നതിന് മുമ്പായിരിക്കണം അത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, രണ്ടവസ്ഥയ്ക്ക് മുമ്പ് നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും ആ സമയത്ത് നിങ്ങൾ ഖേദിച്ചിട്ട് കാര്യമില്ല.
റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ തൗബയുടെ വാതിലുകൾ അടയ്ക്കപ്പെടും. നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങൽ കൊണ്ട് യാതൊരുവിധ പ്രയോജനവുമില്ല. അതിലൊന്ന് സക്കറാത്തുൽ ഹാലാണ്, മരണത്തിന്റെ അവസ്ഥയാണ്. തൊണ്ടക്കുഴിയിൽ റൂഹിയത്ത് നിൽക്കുന്ന സമയമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മറ്റൊന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ലോകാവസാനത്തിന്റെ സമയമാണ്. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതാകുന്ന ഒരവസ്ഥാവിശേഷമുണ്ടായാൽ ആ സമയത്ത് ലോകാവസാനമാണ്. ആ സമയത്ത് നീ എത്ര ഖേദിച്ചു മടങ്ങിയാലും അള്ളാഹു സ്വീകരിക്കില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതിനു മുമ്പ് നമ്മുടെ തൗബ ചെയ്യണം. അഥവാ തൗബ വെച്ച് പിന്തിപ്പിക്കാൻ പാടില്ല എന്നർത്ഥം. ഈ രണ്ടവസ്ഥയും ഏതെങ്കിലും മനുഷ്യർക്ക് പറയാൻ പറ്റുമോ? നിന്റെ മരണം എപ്പോഴാണെന്ന് ആർക്കെങ്കിലും തീർച്ചപ്പെടുത്താൻ പറ്റുമോ? എന്നാണ് ലോകാവസാനം എന്ന് ആർക്കെങ്കിലും ഡേറ്റ് പറയാൻ പറ്റുമോ? ഈ രണ്ടവസ്ഥയും എപ്പോഴാണ് എന്ന് ആർക്കും പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഈ രണ്ടവസ്ഥയ്ക്ക് മുമ്പ് നീ തൗബ ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഉലമാക്കൾ വിശദീകരിക്കുന്നു. തൗബയെ നീ തഖീർ ചെയ്യാൻ പാടില്ല, പിന്തിപ്പിക്കാൻ പാടില്ല. നീ ചെയ്തതാകുന്ന തെറ്റിൽ നിന്ന് പാപമോചനത്തിന് അർത്ഥിച്ചുകൊണ്ട് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങണം. അതിന് ഏറ്റവും നല്ല ദിവസമാണ് ഇന്നത്തെ ദിവസം. കാരണം ഉറൂസ് പരിസമാപ്തിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അസ്മാഉൽ ഹുസ്ന ഓതിയിട്ട് റബ്ബിലേക്ക് നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹ്, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി റഹ്മാനെ. എന്റെ ജീവിതത്തിൽ പലവിധ തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്. എന്റെ മുന്നിലിരിക്കുന്ന ഓരോ സഹോദര സഹോദരിമാരെ ചിന്തിച്ചു നോക്ക്, എത്ര തെറ്റുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തെറ്റുകളിൽ നിന്നും മുഴുവനും ഇന്ന് റബ്ബിലേക്ക് ഖേദിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ റബ്ബിലേക്ക് പാപമോചനത്തിന് അർത്ഥിച്ച് ദുആ ചെയ്ത് നമ്മൾ പിരിയുക. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുന്നു, സൂർ എന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഊത്തുണ്ടാവുക. 40 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും രണ്ടാമത്തെ ഊത്തുണ്ടാവുക. 40 കൊല്ലം വരെ ജനങ്ങൾ ഭയവിഹ്വലരായി പേടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ അതിന്റെ പരിപൂർണ ഭാഗങ്ങളിലേക്ക് കടക്കുന്നില്ല. സൂറത്തുൽ ഹജ്ജിന്റെ തുടക്ക ഭാഗങ്ങൾ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്നതാകുന്ന സഹോദരിമാർ തന്റെ പ്രിയപ്പെട്ട മക്കളെ മാറിടത്തിൽ നിന്ന് വലിച്ചു ദൂരേക്കെറിയുമെന്ന് വിശുദ്ധ ഖുർആൻ. പ്രസവിക്കാനെത്തി നിൽക്കുന്ന ഒട്ടകങ്ങൾ അതിന്റെ സമയമെത്തുന്നതിന് മുമ്പ് തന്നെ പ്രസവിച്ചു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇങ്ങനെ ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ ഊത്തോടുകൂടി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷയങ്ങളും ഒക്കെ വിശുദ്ധ ഖുർആനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നാവിലൂടെയും ധാരാളം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലരും കേട്ടിട്ടുമുണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമർ അഥവാ സൂറ എന്ന കാഹളത്തിന്റെ രണ്ടാമത്തെ ഊത്തിനെ പരാമർശിക്കുന്ന സൂറത്തു സുമറിലെ 2ഉം 3ഉം പരാമർശിക്കപ്പെടുന്നതാകുന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംഭവം അല്ലാഹു ഓർമ്മപ്പെടുത്തി. അത് ഉലമാക്കൾ വിശദീകരിച്ചു. അതെന്താണ്? അതാണ് ഞാൻ പറയുന്നത്. ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും ഇല്ലാതാവും. ഈ ലോകത്തുള്ള സർവ്വ ആളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞപ്രകാരം അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെയൊക്കെ ആത്മാവിനെ പിടിക്കും. സൂർ എന്ന കാഹളത്തിലൂടെ ഒന്നാമത്തെ ഊത്തിന് ശേഷം ജനങ്ങൾ മുഴുവനും ഭയവിഹ്വലരായി പേടിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ 40 വർഷം കഴിഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ഊത്ത് വരികയാണ്. നഫ്ഖത്തുസ് സഅഖ്, ഈ ലോകത്തുള്ള സർവ്വ ആളുകളെയും മരിപ്പിക്കാനുള്ള ഊത്ത്. മൂന്നാമത്തെ ഊത്ത് നഫ്ഖത്തുൽ ബഅസ്, മരിച്ചുപോയ ആളുകളെ ഖബറിൽ നിന്ന് പുനർജീവിപ്പിക്കാനുള്ള ഊത്ത്. മഹ്ശറയിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന ഊത്ത്, വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്ന ഊത്ത്. ഇങ്ങനെ 3 ഊത്തുകളാണ് ചരിത്രത്തിൽ വ്യക്തമാക്കുന്നത് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ കുറിച്ച്. സൂറത്തു സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വയൗമ യുൻഫഖു ഫിസ്സൂർ ونفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء الله ثم ينفخ فيه أخرى فإذا هم قيام ينظرون.
പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു സുമറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാ. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ ഊത്തങ്ങ് കടന്നു വരുമ്പോ ഫസയഖ മൻ ഫിസ് സമാവാത് വമൻ ഫിൽ അർള്, ആകാശഭൂമികളിലുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും മരിച്ചു വീഴുമത്രേ, ചത്തൊടുങ്ങുമത്രേ എന്ന് വിശുദ്ധ ഖുർആൻ. ഇല്ലാ മൻ ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചതാകുന്ന ചിലരൊഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളും മരിച്ചു വീഴുമേ, ഈ ലോകത്ത് നിന്ന് ഇല്ലാതാകുമേ എന്ന് വിശുദ്ധ ഖുർആൻ. ഈ ലോകത്ത് സർവ്വ ആളുകളും മരിക്കുമെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്, ചില ആളുകൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ ആ ഊത്തോടുകൂടി ഇല്ലാതാവും. സൂറന്ന കാഹളത്തിലുള്ള രണ്ടാമത്തെ ഊത്ത്, ഒന്നാമത്തെ ഊത്തിലൂടെ സർവ്വജനങ്ങളെയും പേടിപ്പിക്കാൻ. അപ്പോഴും ചില ആളുകൾ പേടിക്കാതെ നിലകൊള്ളും, അള്ളാഹു ഉദ്ദേശിച്ച ചില ആളുകൾ ഒഴികെ. അവിടെയും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു സുമറിലൂടെ അള്ളാഹു വീണ്ടും ആവർത്തിക്കുന്നു ആ ചിലരെ പറ്റി. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ, ലോകത്തുള്ളതാകുന്ന സർവ്വസൃഷ്ടിജാലങ്ങളെയും പേടിപ്പിച്ച് ഭയവിഹ്വലരായ അന്തരീക്ഷത്തിലേക്ക്, ഭയചകിതമാകുന്ന അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചതാകുന്ന ജനങ്ങളെ മുഴുവൻ ആളുകളെയും, എല്ലാ സൃഷ്ടിജാലങ്ങളെയും 40 വർഷത്തോളം ആ നില തുടർത്തി അവസാനം രണ്ടാമത്തെ ഊത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയിപ്പിക്കുന്ന സമയത്തും വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇല്ലാ മൻ ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചതാകുന്ന ചിലരൊഴികെ. അല്ലാഹു ഉദ്ദേശിച്ച ചില ആളുകൾ അപ്പോഴും ജീവിച്ചിരിക്കും. അതാരാണത്? അല്ലാഹു തന്നെ ഖുർആനിലൂടെ പറയുന്നത് എന്താണ്? ഈ ലോകത്തുള്ള സർവ്വ ആളുകളും ഇല്ലാതാവുമെന്നാണ് അല്ലേ? സൂറത്തുർ റഹ്മാൻ അല്ലാഹു വ്യക്തമാക്കിയില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു മൻ അലൈഹാ ഫാൻ, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും ഇല്ലാതാകും, അല്ലാഹു അല്ലാതെ മറ്റാരും ഉണ്ടാവുകയില്ല എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. എന്നിട്ട് ഖുർആൻ പറയുന്നു, സൂറന്ന കാഹളത്തിലൂടെ ഊത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ടാമത്തെ യൂത്തിലൂടെ ചില ആളുകളെ ബാക്കിയാക്കും. അതാരാണത്? അവർ ഈ ലോകത്തുനിന്ന് മരിക്കൂലേ? അവരും ഈ ലോകത്ത് നിന്ന് മരിക്കും. പക്ഷെ അവരെ മരിക്കുന്നത് സൂറന്ന കാഹളത്തിലൂടെ ഊത്തിലൂടെയല്ല, അവരെ ഘട്ടം ഘട്ടമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് മരിപ്പിക്കുകയാണ്. അതാരൊക്കെയാണ്? അത് ഒന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, മറ്റൊന്ന് മഹാനായ മീകായിൽ അലൈഹിസ്സലാം, മൂന്നാമത്തത് മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം, നാലാമത്തത് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഈ 4 മലക്കുകളുടെ പേര് നമുക്ക് വ്യക്തമാണ്, അവരുടെ ജോലിയും നമുക്കറിയാം. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്റായീൽ അലൈഹിസ്സലാം. ഈ 4 മലക്കുകൾ ഒഴികെ ബാക്കിയുള്ള സർവ്വരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഊത്തിലൂടെ മരിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. എന്നാൽ മറ്റൊരു റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ശുഹദാക്കളുടെ ആത്മാക്കൾ ഒഴികെ. നമ്മുടെ മുന്നിൽ അടങ്ങിയിരിക്കുന്നത് ശുഹദാക്കളാണ്. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ, അവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ, അവരുടെ കാവൽ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്കും നമ്മുടെ മക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ ഓരോരുത്തരെയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഘട്ടം ഘട്ടമായിട്ട് അല്ലാഹു പിന്നീട് മരിപ്പിക്കുകയാണ്. ശുഹദാക്കളുടെ ആത്മാക്കൾ. അത് കഴിഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പ്രത്യേകമായിട്ട് പറയുകയാണ്, ഫയഖൂലു അല്ലാഹു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുമത്രേ, മുത്തിയ ജിബ്രായീൽ, അല്ലയോ ജിബ്രീലേ, ജിബ്രീലേ,
നീ മരിക്കണേ മരിക്കണേ, നീയും മരിക്കൽ അനിവാര്യമാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുമത്രേ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആത്മാവിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഊരുകയാണ്. രണ്ടാമതായി ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ വിളിക്കാൻ സൂറെന്ന കാഹളത്തിൽ ഊതി ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും മരിപ്പിച്ച അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയും, മുത്തിയാ ഇസ്രാഫീൽ, അല്ലയോ ഇസ്രാഫീലേ, ഇസ്രാഫീലേ, ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും നിന്റെ ഊത്തിലൂടെ മരിപ്പിച്ചവരെ, നീയും മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. ഇനി അടുത്ത ഊത്ത് ഊതുന്നതിന് മുമ്പ് നിനക്ക് ഞാൻ ജീവൻ തരും, എന്നിട്ട് നീ മൂന്നാമത്തെ ഊത്തിന് വേണ്ടി നീ റെഡിയായാൽ മതി. ഇന്ന് നിന്റെ ആത്മാവിനെയും ഞാൻ പിടിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ആത്മാവിനെയും അല്ലാഹു പിടിക്കുക. മീകായിൽ അലൈഹിസ്സലാമിനെ വിളിക്കും. فيقول الله تبارك وتعالى മുത്തിയാ മീകായിൽ, മീകായിൽ അലൈഹിസ്സലാമിനോടും അല്ലാഹു പറയുമത്രേ, അല്ലയോ മീകായിലേ, നീയും മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ആത്മാവിനെ അല്ലാഹു അസ്റായീൽ അലൈഹിസ്സലാം മുഖേന പിടിച്ചു കഴിയുമ്പോ അവസാനമായിട്ടുള്ളത് അസ്റായീലാണ്. അസ്റായീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയസ്അലുല്ലാഹു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്റായീലിനോട് ചോദിക്കുമത്രേ, മനിൽ ബാഖി യാ അസ്റായീൽ, അസ്റായീലേ, അസ്റായീലേ, ഇനി ആരാണ് ബാക്കിയുള്ളതെന്ന് അസ്റായീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോ ഫയഖൂലു അസ്റായീൽ, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉടനെ പറയുമത്രേ, അബ്ദുക അല്ലാഹുവേ, പടച്ച റബ്ബേ, നിന്നെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാഹ്, നിന്നെ നശിക്കാനുള്ള ഈ പാവപ്പെട്ട അടിമ മാത്രമാണ് അല്ലാഹ്, ഞാനല്ലാതെ മറ്റാരും ഇനി ബാക്കിയില്ല എന്ന് അസ്റായീൽ അലൈഹിസ്സലാം പറയുമ്പോ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമത്രേ, ലാ ബുദ്ദ മിൻ മൗതിക യാ അസ്റായീൽ, അസ്റായീലേ, നീയും മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്, നീയും മരിക്കൽ നിർബന്ധമാണ്, നിർബന്ധമാ. ഫയദ്ഹബു ഇലാ മൗളിൻ ബൈനൽ ജന്നതി വന്നാർ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാ, സഹാബത്തെ, സഹാബത്തെ, സ്വർഗ്ഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ളതായ ഒരു പ്രവിശ്യയിലേക്ക് അസ്റായീൽ പോകുമത്രേ. ഫയദ്ഹബു അസ്റായീൽ ഫയദ്ഹബു ഇലാ മൗളിൻ ബൈനൽ ജന്നതി വന്നാർ, സ്വർഗ്ഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ളതായ ഒരു സ്ഥലത്തേക്ക് അസ്റായീൽ പോകുമത്രേ. ഫയൻസിഉ മിൻഹു റൂഹഹു, അസ്റായീൽ അലൈഹിസ്സലാം തന്നെ തന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാം തന്നെ തന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്. അല്ലാഹ് അല്ലാഹ് ഫയസീഹു സൈഹാ, വല്ലാത്തൊരട്ടഹാസമായിരിക്കും, വല്ലാത്തൊരട്ടഹാസമായിരിക്കും. സഹാബത്തെ, സഹാബത്തെ, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ശരീരത്തിൽ ആത്മാവിനെ വേർപെടുത്തുമ്പോഴെന്ന് നബിയുനാ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫയസീഹു സൈഹാ, വല്ലാത്തൊരട്ടഹാസത്തോടുകൂടി അസ്റായീൽ അലൈഹിസ്സലാമിന്റെ മൗത്തെന്ന് നബിയുനാ റസൂലുള്ളാഹി. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് വിളിച്ചു പറയുമത്രേ, അല്ലാഹുവേ, പടച്ച റബ്ബേ, ഇത്ര വലിയ വേദന മരണത്തിനുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇന്നീ ലാ അൻസിഉ അർവാഹൽ മുഅ്മിനീന ഇല്ലാ ബിർഫഖി യാ അല്ലാഹ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, സൃഷ്ടികളുടേതാകുന്ന ആത്മാക്കളെ വളരെ മയത്തോടു കൂടിയല്ലാതെ
ഞാൻ പിടിക്കുമായിരുന്നില്ല അല്ലാ, വളരെ മയത്തോടു കൂടിയല്ലാതെ ഞാൻ പിടിക്കുമായിരുന്നില്ല അല്ലാ. മുഅ്മിനീങ്ങളുടെ ആത്മാക്കളെ വളരെ മയത്തോടു കൂടിയല്ലാതെ ഞാൻ പിടിക്കുമായിരുന്നില്ല അല്ലാ എന്ന് പറയുകയും ഒരട്ടഹാസത്തോടു കൂടിയാണ് അസ്റായീൽ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്യുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ ഈ ചരിത്രം എന്റെ പ്രിയപ്പെട്ട ബേക്കലുള്ളതാകുന്ന ആയിരക്കണക്കിന് സഹോദര സഹോദരിമാരോട് ആമുഖമായി ഓർമ്മപ്പെടുത്തിയത് എന്തെന്നറിയുമോ? വാളുകൾ സമാപിക്കുകയാണ്, നമുക്കൊരു മരണമുണ്ടേ. ഈ വാളെല്ലാം കേൾക്കുകയും ഒരു കാതിലൂടെ കേട്ടുവെട്ടുകൊണ്ട് മറുകാതിലൂടെ ആസ്വാദനങ്ങളാക്കി മാറ്റി നമ്മുടെ ജീവിതത്തെ കളയല്ല. ഖബറിലേക്ക് എന്തെങ്കിലും തുണയാക്കണേ. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ മഹ്ശറിലെത്തി നിൽക്കുമ്പോ എനിക്ക് അമലുകൾക്ക് പ്രേരിതമായി ഇന്ന വഅദെന്ന് പറയാൻ നിനക്ക് കാരണമാകണേ. നിന്റെ ജീവിതത്തിൽ ഒരു സക്കാത്ത് കൊടുക്കാൻ, നമസ്കാരം ചിട്ടപ്പെടുത്താൻ, പാവങ്ങളെ സഹായിക്കാൻ, നിരാലംബർക്ക് അവലംബമാകാൻ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കാൻ. അല്ലയോ പ്രിയപ്പെട്ട ബേക്കലിലുള്ള ഉമ്മ, നിന്റെ ശരീരത്തിന്റെ നഗ്നതകൾ മറച്ചുകൊണ്ട് നിന്റെ ശരീരത്തിൻ്റെതാകുന്ന ഉടയാടകൾ പരിപൂർണമായി ധരിച്ചുകൊണ്ട് നടക്കാൻ നിനക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വഅദുകൾ സ്ഥാപിച്ചവരും ഈ വഅദ് നടത്തിയവരും അത് പറഞ്ഞവരും സന്തോഷത്തിലാണ്. നേരെ മറിച്ച് വഅദ് കേട്ടിട്ടുണ്ട്, പക്ഷേ വഅദ് കൊണ്ട് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നില്ല, നമസ്കാരം കൃത്യമാക്കിയില്ല, പാവങ്ങളെ സഹായിക്കാൻ അവന്റെ സമ്പത്ത് കൊണ്ട് അവൻ തയ്യാറാകുന്നില്ല, ഔലിയാക്കളെ ചീത്ത വിളിച്ചുകൊണ്ടാണ്, മഹത്തുക്കളെ തെറി പറഞ്ഞുകൊണ്ടാണ് അവന്റെ സമയങ്ങളെ അവൻ ചെലവഴിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ മഹത്തുക്കളാകുന്ന ഔലിയാക്കളുടെ ദർഗകളെ പറ്റി മോശപ്പെട്ട കമന്റുകൾ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും സമയാസമയങ്ങളിൽ നേരാനാണ് നിന്റെ സമയം സന്ദർഭവും നീ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ പൊന്നുമോനെ, നിന്റെ ആക്കിബത്ത് സൂക്ഷിക്കണേ. ഈ ലോകത്ത് നിന്ന് നമുക്കൊരു യാത്ര പറയാനുണ്ട്, ഒരു യാത്ര നമുക്ക് തിരിയാനുണ്ട്. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളുടെയും ആത്മാക്കളെ പിടിക്കുന്നതെങ്കിൽ അസ്റായീൽ പോലും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ രംഗമാണ് ലോകത്തിന്റെ നായകൻ പറയുന്നത്. ഫയസീഹു സൈഹാ, വല്ലാത്തൊരു അട്ടഹാസമായിരിക്കും, വല്ലാത്തൊരു ശബ്ദമായിരിക്കും, വല്ലാത്തൊരു കോലാഹലത്തോടുകൂടിയാണ് അസ്റായീൽ വിട പറയുക സഹാബത്തെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ ജീവിതം നന്നാക്കണേ, നിന്റെ ശിഷ്ടകാല ജീവിതം അമല് കൊണ്ട് നന്നാക്കണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അമല് കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കിയില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? അൽ കയ്യിസു, ഏറ്റവും വലിയ ബുദ്ധിമാനാരാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. തന്റെ ശരീരത്തെ മെരുക്കിയെടുത്തുകൊണ്ട് ഭൗതികമാകുന്ന ജീവിതത്തിൽ, അവന്റെ ശിഷ്ടകാല ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ ഉതകുന്ന രീതിയിൽ ശരീരത്തെ പക്വതയാക്കിക്കൊണ്ട് ശിഷ്ടകാല ജീവിതം നന്നാക്കിക്കൊണ്ട് ഇനി എനിക്ക് മരണത്തിന് ശേഷം നല്ല ഒരു ജീവിതം ഉണ്ടാകണമെന്ന് ആശ വെച്ചുകൊണ്ട് ഈ ഭൗതിക ജീവിതത്തിൽ 40, 60, 70 വയസ്സുള്ള ഈ കാലഘട്ടത്തിൽ നന്മകൾ ചെയ്തവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാനെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിൽ നമസ്കാരം പെടും, അതിൽ നോമ്പ് പെടും, അതിൽ സക്കാത്ത് കൊടും, അതിൽ പാവങ്ങളെ സഹായിക്കൽ പെടും, അതിൽ ഔലിയാക്കളെ ബഹുമാനിക്കൽ പെടും, അതിൽ അമ്പിയാക്കളെ ആദരിക്കൽ പെടും, അതിൽ ഉലമാക്കളെ ബഹുമാനിക്കൽ പെടും, അതിൽ മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കൽ പെടും, അതിൽ പാവങ്ങളുടെ കണ്ണീരൊപ്പൽ പെടും. ഇതൊക്കെ അതിൽ പെട്ടതാണ്. നന്മകളിലേക്ക് നമ്മുടെ സമയത്തെ എത്തിച്ചെടുക്കലാണ്. അങ്ങനത്തവൻ രക്ഷപ്പെട്ടു, അവനാണ് യഥാർത്ഥ ബുദ്ധിമാനെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ നമുക്ക് ഈമാൻ സലാമത്തായി രക്ഷപ്പെടണം, ഈമാൻ റാഹത്താണ്. ഞാൻ ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് പിരിയുമ്പോൾ ഒരു ആയത്ത് നിങ്ങളെ ഞാൻ പഠിപ്പിക്കും. ആ ആയത്ത് നിങ്ങൾ ഒരു ദിവസം 3 പ്രാവശ്യം ഓതിയാൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവനെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുക്കും. അടുത്ത ദിവസം ഈ സമയം വരെ ഓതിയതാകുന്ന സന്ദർഭത്തിലെ സമയം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് നീട്ടിക്കൊടുക്കും. അല്ലാഹു അത് പഠിക്കുവാനും അമല് ചെയ്യുവാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് ഓർമ്മ വെച്ചുകൊണ്ട് ചെയ്യണം. ഒരായത്താണ്, പ്രവാചകന്റെ മദ്ഹാണ് ആയത്തിൽ. ആ ആയത്ത് ആരെങ്കിലും ഓതിയാൽ
അവന് അടുത്ത ദിവസം ആ സമയം വരെ അള്ളാഹു ആയുസ് നീട്ടിക്കൊടുക്കും. പിറ്റത്തെ ദിവസം അവൻ ഓതിയാലോ പിന്നത്തെ ദിവസം അവൻ ആയുസ് നീട്ടിക്കൊടുക്കും. അങ്ങനെ ആയുസ് അവനെ നീട്ടിക്കൊടുക്കും അള്ളാഹുവിന്റെ ത്വാഅത്തിലായി എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്കത് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാനത് ലാസ്റ്റ് പറയും. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അതെല്ലാ സഹോദര സഹോദരിമാരും ശ്രദ്ധിക്കുക. നമുക്ക് ആഫിയത്ത് വേണം. ആ ആഫിയത്തിൽ നല്ല അമലുകളും വേണം. നല്ല ആരോഗ്യമുള്ള ഈ സമയത്ത് ഒരുപാട് അമലുകളും വേണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ലോകത്ത് നമ്മൾ എന്തായാലും മരിക്കും. ഞാൻ ഇന്നൊരു മരണ വീട്ടിൽ പോയിട്ടാണ് ഈ വാതിന്റെ സദസ്സിലേക്ക് എത്തിയത്. 11 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. രാവിലെ 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 11 മണിക്കൂർ യാത്ര ചെയ്ത് ഞാൻ ഇവിടെ വന്നു. ഇന്നൊരു മരണ വീട്ടിൽ ഇവിടെ പോയി. സലീം ചാറിന്റെ കൂടെയും ഹംസ സാഹിബിന്റെ കൂടെയും അവരുടെ ജോലി ചെയ്ത് അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഗൾഫിൽ വെച്ച് മരണപ്പെട്ടു പോയ അനസ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ വീട്ടിൽ അള്ളാഹു ആ സഹോദരന്റെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കുമാറാവട്ടെ. ആ പൊന്നുമോന്റെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. 20 വയസ്സുള്ള സഹോദരനാണ്. അനിയൻ ഹിലാൽ എന്ന് പറയുന്ന സഹോദരൻ വിതുമ്പുകയാണ്. ഇപ്പോഴും അവന്റെ മനസ്സ് പക്വതമായില്ല. ജ്യേഷ്ഠന്റെ മരണത്തിൽ നിന്ന് ഞാൻ ആ മുഖത്ത് നിന്ന് വായിച്ചെടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ മനസ്സിന് അള്ളാഹു സമാധാനം കൊടുക്കുമാറാവട്ടെ. 2 സഹോദരിമാർ, ഒരു ഉമ്മ. വാപ്പ നേരത്തെ മരണപ്പെട്ടു പോയി. ആ ഉപ്പയിലേക്ക് ചേർന്നിരിക്കുകയാണ് മകൻ. അള്ളാഹുരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. ആ കുടുംബത്തിന് മനസ്സമാധാനം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ റഫീഖ് എന്ന സഹോദരൻ, അള്ളാഹു ആ സഹോദരനും ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. എത്ര ആളുകളാണ് കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ഈ വർഷം നമ്മളിൽ ഇല്ല. ഇതൊക്കെ വെറുതെ ഒരു പറച്ചിലല്ലല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഓരോരുത്തരുടെയും കുടുംബമെടുത്ത് നമ്മൾ ചിന്തിച്ചു നോക്ക്. കഴിഞ്ഞ വർഷം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നതായ ഉറൂസ് കമ്മിറ്റി ഭാരവാഹികളിൽപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ അല്ലാത്തവർ, പാവപ്പെട്ട ജനങ്ങൾ ഓരോരുത്തരും മരണത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. പരിപാടി സംഘടിപ്പിച്ചവർ, വാഴ്ന്നു പറഞ്ഞവർ, അതിനുവേണ്ടി സജ്ജരായവർ, അതിനുവേണ്ടി പണം നൽകിയവരൊക്കെ ഓരോ ദിവസം കഴിയുന്തോറും മാസം കഴിയുന്തോറും ഖബറിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് വെച്ച് അവരെ ഇനി നമുക്ക് കാണാൻ സാധിക്കില്ല. ചില ആളുകൾ നമ്മൾ സംസാരിക്കും, ഒരാഴ്ച കഴിയുമ്പോൾ കേൾക്കും അദ്ദേഹം മരിച്ചു എന്ന്. നമ്മൾക്ക് അപ്പോൾ ചിന്തിക്കും, പടച്ചറബേ അദ്ദേഹമായിട്ട് കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്നെങ്കിൽ. അദ്ദേഹം മരിക്കുമെന്ന് അറിഞ്ഞില്ല. ഈ ലോകത്ത് വെച്ച് ഇനി കാണാൻ പറ്റൂല. ഈ ലോകത്ത് അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര തീർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ യാത്രയായി പോയിരിക്കുകയാണ്. ഖബർ ജീവിതത്തിലേക്ക് പോയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എപ്പോഴാണ് ഒരു മനുഷ്യന്റെ മരണമുണ്ടാവുക ഒരാൾക്കും തീർച്ചപ്പെടുത്താൻ പറ്റൂല. നിന്നെ എവിടെയാണോ കൊണ്ടുപോയി ഖബറിടക്കുന്നത് അവിടെ നിന്നാണ് നിന്നെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തിട്ടുള്ളത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്നത്തുൽ ബഖീന്റെ ഖബർസ്ഥാനിൽ സ്വഹാബത്ത് ഒരു ഖബർ കുഴിക്കുന്നതായി പ്രവാചകന് കണ്ണിൽ ദർശിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പോയിട്ട് ചോദിച്ചു, ലിമൻ ഹാദൽ ഖബറു, ഈ ഖബർ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ കുഴിക്കുന്നത്? സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ലിറജുലിൻ മിനൽ ഹബശ, ലിറജുലിൻ മിനൽ ഹബശ. അങ്ങകലെ എത്യോപ്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഇസ്ലാം മതം പുൽകാൻ വേണ്ടി കടന്നു വന്നതായ ഇന്നാലിന്ന മനുഷ്യനില്ലയോ, അവിടുത്തെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇസ്ലാം മതം പുൽകിയതായ പുതുവിശ്വാസിയായ ഇന്നാലിന്ന സഹോദരനില്ലയോ? ആ എത്യോപ്യക്കാരനായ ചെറുപ്പക്കാരനാണ് നബിയേ ഈ മരണപ്പെട്ടു പോയതെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഖബർ കുഴിക്കുന്നതെന്ന് സഹാബത്ത് റസൂലുള്ളാഹിയോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സീഖ മിൻ അർളിഹി ഹത്താ ദുഫിന ഫിൽ അർളില്ലതി ഖുലിഖ മിൻഹാ. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല കേട്ടോ. ഏതൊരു മണ്ണിലാണോ അദ്ദേഹം ജനിച്ച് കളിച്ചു വളർന്നത്, ആ എത്യോപ്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് മരണമെടുത്തപ്പോ അദ്ദേഹത്തെ ഈ പുണ്യമാക്കപ്പെട്ട മദീനയിലേക്ക് അല്ലാഹു വഴിതിരിച്ചു വിട്ടില്ലയോ? എത്രയോ പ്രവാസികളാകുന്ന സഹോദരങ്ങളുണ്ട്,
മരണാസന്നമാകുന്ന വേളയിൽ നാട്ടിലേക്ക് വരുന്നവരില്ലയോ? തന്റെ വീടിനോട് ചേരുന്നവരില്ലയോ? തന്റെ കുടുംബത്തോടൊപ്പം വന്ന് അണയുന്നവരില്ലയോ? എത്രയോ സഹോദരങ്ങളുണ്ട് നാട്ടിലുള്ളവർക്ക്, വീട്ടുകാർക്ക് മുഴുവനും വേണ്ടുന്നത് മുഴുവനും പാക്ക് ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെട്ടു പോകുന്നവരില്ലയോ? അല്ലാഹുവേ, പടച്ചറപ്പേ, ഞങ്ങളെ നീ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ദുരിതങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും പ്രവാസ സുഹൃത്തുക്കളെയും നീ കാക്കണേ അല്ലാ. 20 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തുമ്പോ മരണം പുൽകിയതാകുന്ന എത്രയെത്ര ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. എവിടെ വെച്ചാണ് മരിക്കുക എന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റൂല. എവിടെയായിരിക്കും നമ്മുടെ ഖബറെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ചില ആളുകളുണ്ട് പറയും, ഇതെന്റെ മഹല്ലാണ് കേട്ടോ ഉസ്താദെ, ഞാൻ ഈ മഹലിനാണ് ഖബറുണ്ടാകുക, എന്റെ ഖബർ ഇതാ, വാപ്പാടെ ഖബർ ഇവിടെ, ഉമ്മാടെ ഖബർ ഇവിടെ, ഞാൻ ഇൻഷാ അല്ലാഹ് ഇതിനടുത്ത് തന്നെ ഉണ്ടാവും. നമ്മളങ്ങ് തീർച്ചപ്പെടുത്താണ് കാര്യങ്ങൾ. ആർക്കറിയാൻ പറ്റും നമ്മൾ ഈ നാട്ടിൽ വെച്ചുകൊണ്ട് മരണപ്പെടുമെന്ന്? അഥവാ ഈ നാട്ടിൽ വെച്ച് മരണപ്പെട്ടാൽ തന്നെ നമ്മളെ ആ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് ഖബറെടുക്കുമെന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരനെ പറ്റി റസൂലുള്ള പറയുകയാണ്, എത്യോപ്യയിൽ ജനിച്ച് കളിച്ചു വളർന്നതാകുന്ന മനുഷ്യൻ മരണാസന്നമായപ്പോ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കരാളഹസ്തങ്ങളിൽ പിടിമുറുക്കാൻ സമയമെത്തിയപ്പോ സീഖ മിൻ അർളിഹി ഹത്താ തുഫിന ഫിൽ അർളില്ലതി ഖുലിഖ മിൻഹാ. മരണമടുത്തപ്പോ പുണ്യമാക്കപ്പെട്ട മദീനയിലേക്ക് വന്നില്ലയോ? റസൂലുള്ളാഹിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇസ്ലാം മതം പുൽകിയില്ലയോ? കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയില്ലയോ? ജന്നത്തുൽ ബഖീൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ഖബർ തീർത്തില്ലയോ? എത്ര സൗഭാഗ്യവാനാണ്, എത്ര സന്തോഷവാനാണ്. നമ്മളിതൊക്കെ എത്ര ആളുകൾ ഹജ്ജിന് വേണ്ടി പോയി, ഉംറയ്ക്ക് വേണ്ടി പോയി. എത്രയോ ആളുകൾ പ്രവാസ ലോകത്ത് അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന് വേണ്ടി പോയപ്പോൾ, ഉംറയ്ക്ക് വേണ്ടി പോയപ്പോഴൊക്കെ ജന്നത്തുൽ മുഅല്ലയിൽ അടക്കം ചെയ്യപ്പെട്ടവർ മക്കത്ത് വെച്ച് മരണപ്പെട്ടപ്പോൾ, ജന്നത്തുൽ ബഖീൽ മരണപ്പെട്ടു ഖബറടക്കം ചെയ്യപ്പെട്ടവർ മദീനയിൽ വെച്ച് മരണപ്പെട്ടു. ഇങ്ങനെ എത്ര ആളുകളാണ്. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. അത്ര വലിയ സന്തോഷമാണ്. കാരണം എന്താണ്? ഏതൊരു സ്ഥലത്ത് വെച്ചാണ് അവന്റെ ഖബർ തീർക്കുക, അവിടെ നിന്നാണ് അവനെ പടക്കാൻ, അവനെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തിട്ടുള്ളത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? നമ്മൾ എവിടെയാണ് പോയി അടങ്ങുക, അവിടെ നിന്നാണ് നമ്മളെ സൃഷ്ടിക്കാൻ മണ്ണെടുത്തിട്ടുള്ളത് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. ചുരുക്കത്തിൽ എവിടെ നിന്നാണ് നമുക്ക് ഖബറുണ്ടാവുക, എവിടെയാണ് നമ്മൾ മരണപ്പെടുക, എവിടെ വെച്ചാണ് അത് ഉണ്ടാവുക? എപ്പോഴും ഏത് സമയത്ത് നമ്മളെ തേടിയെടുത്താം മരണം. ആ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ കലിമ ചൊല്ലി മരിക്കണം, തൗബ ചെയ്തു മരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ വേണ്ടി നിൽക്കുമ്പോ, ഏതൊരു സഹോദരനാണ് ആ സഹോദരിയാണോ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ വേണ്ടി നിൽക്കുമ്പോ അവന്റെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 മലക്കുകളെ പറഞ്ഞേക്കും. അത്രേ 5 മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണാസന്നനായ വ്യക്തിയുടെ ചാരത്തേക്ക് പറഞ്ഞേക്കും. നബിയുനാ റസൂലുള്ളാഹി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത് ബഅസ അല്ലാഹു ഇലൈഹി ഖംസതൻ മിനൽ മലായിക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്ത് നിന്ന് മരിക്കാൻ നിൽക്കുന്നതായ ഏതൊരു സഹോദരനുണ്ടോ, വിട പറയാൻ നിൽക്കുന്നതായ ഏതൊരു സഹോദരിയുണ്ടോ, അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുമ്പോ അവസാന ശ്വാസത്തിന് വേണ്ടി അവൻ വല്ലാതെ വിഷമിക്കുന്ന വേളയില് 5 മലക്കുകൾ അവന്റെ അടുക്കലേക്ക് പറഞ്ഞേക്കും. അത്രേ ബഅസല്ലാഹു ഇലൈഹി ഖംസതൻ മിനൽ മലായിക. 5 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലേക്ക് പറഞ്ഞേക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിക്കേണ്ട വസ്തുതയാണ്.
കാരണം നമ്മൾ മരിച്ചതിന് ശേഷം ഖബറിലേക്ക് റഹ്മാൻ എന്ന മലക്ക് വരുന്നതും മുൻകർ നക്കീർ അലൈഹി വസ്സലാമൊക്കെ വരുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തി നിൽക്കുമ്പോൾ 5 മലക്കുകൾ വരും. അപ്പൊ നമ്മളിത് എന്താണ് നോക്കി നിൽക്കണ്ട, നമ്മളിത് പഠിച്ചു.